ഹലോ വ്യൂവേഴ്സ്, കുറച്ച് മാസങ്ങളായി വിചാരിക്കുന്നതാണ് ഒരു പ്രിൻ്റർ എടുക്കണമെന്നുള്ളത്. അങ്ങനെ കുറേ റിസർച്ചിന് ശേഷം ഞാനൊരു പ്രിൻ്റർ മേടിക്കാൻ പോയപ്പോൾ എടുത്ത വീഡിയോ ആണിത്. ഞാൻ പ്രിൻ്റർ മേടിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും യൂട്യൂബിലുമെല്ലാം കുറേ റിവ്യൂസും കാര്യങ്ങളും എല്ലാം നോക്കിയിരുന്നു. എൻ്റെ ആവശ്യത്തിന് പറ്റിയത് ഇങ്ക് ടാങ്ക് പ്രിൻ്ററാണെന്ന് എനിക്ക് അന്നേരം മനസ്സിലായി. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ബ്രാൻഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എപ്സൺ, HP, ക്യാനൻ, പിന്നെ ബ്രദർ. ഈ 4 ബ്രാൻഡ്സാണ് ഞാൻ മെയിനായി ഫോക്കസ് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നത്. ഇങ്ക് ജെറ്റ് പ്രിൻ്റർ, അതായത് കാർട്രിഡ്ജ് ഉപയോഗിക്കുന്ന പ്രിൻ്റർ വേണ്ടെന്ന് വെക്കാനുള്ള കാരണം അതിൻ്റെ ഇങ്കിൻ്റെ കോസ്റ്റാണ്. അതായത് കാർട്രിഡ്ജ് മാറണം ഇങ്ക് തീരുമ്പോൾ, അതിന് നല്ല കോസ്റ്റ് വരുന്നതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. കാര്യം പ്രിൻ്ററിന് ഇനിഷ്യൽ കോസ്റ്റ് കുറവാണെങ്കിലും ഇങ്ക് മാറുന്നത് വലിയൊരു എക്സ്പെൻസ് വരുന്ന കാര്യമായതുകൊണ്ട് ഇങ്ക് ജെറ്റ് വേണ്ടെന്ന് ഞാൻ വെച്ചിരുന്നു. പിന്നെയുള്ള ഓപ്ഷൻ ലേസർ പ്രിൻ്ററാണ്. അതിൻ്റെ ഇങ്ക് ടാങ്കിലും ബെറ്റർ ഓപ്ഷൻ ആക്ച്വലി ലേസർ പ്രിൻ്റേഴ്സാണ്. പക്ഷേ അതിൻ്റെ പ്രൈസ് ഇതിനേക്കാൾ എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാൻ പിന്നെ മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന ഇങ്ക് ടാങ്ക് പ്രിൻ്റർ മതിയെന്ന് വെച്ചു. പിന്നെ ഇങ്ക് ടാങ്ക് പ്രിൻ്ററിൻ്റെ നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ഇങ്ക് ഡ്രൈ ആവാതെ ഇരിക്കാൻ എല്ലാ ആഴ്ചയും കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ എന്നാണ് സർവീസിന് വന്ന ആളും പറഞ്ഞത്. അങ്ങനെ കുറേ റിസർച്ചിനൊക്കെ ശേഷം ഞാൻ സെലക്ട് ചെയ്തത് എപ്സൺ L3250 എന്ന പ്രിൻ്ററാണ്. ഇതിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം, സ്കാൻ ചെയ്യാം, പ്രിൻ്റ് എടുക്കാം. അങ്ങനെയുള്ള വൈഫൈ മോഡലാണ്. അത് സർവീസ് പേഴ്സൺ വന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഞാൻ പറഞ്ഞ എല്ലാ മോഡൽസിനും തന്നെ 1 ഇയറാണ് വാറണ്ടി പറയുന്നത്. മാത്രമല്ല ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഈ പറഞ്ഞ 4 ബ്രാൻഡ്സിൻ്റെയും പ്രൈസ് റേഞ്ചും ഏകദേശം സെയിം ആണ്. 13,800 മുതൽ 14,500 ആ റേഞ്ചിനുള്ളിൽ നിൽക്കുന്ന പ്രൈസാണ് ഇതിനെല്ലാം തന്നെ വന്നത്. പിന്നെ ഇതിൽ തന്നെ പല മോഡൽ നമ്പേഴ്സൊക്കെ ഉണ്ട്. പേജസ് കൂടുതൽ എടുക്കാവുന്നതും വൈഫൈ ഇല്ലാത്തതും അങ്ങനെയൊക്കെ. വൈഫൈ ഉള്ള മോഡൽ എടുക്കാനേ ഞാൻ പറയുള്ളൂ. കാരണം ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാം കൂടുതലായി യൂസ് ചെയ്യുന്നത് സ്മാർട്ട് ഫോണാണ്. സ്മാർട്ട് ഫോൺ വഴി ഒരു PDF ഫയലൊക്കെ പെട്ടെന്ന് വൈഫൈ ഡയറക്റ്റ് വഴി കണക്ട് ചെയ്താൽ ഈസി ആയിട്ട് പ്രിൻ്റ് കൊടുക്കാവുന്നതാണ്. പിന്നെ എപ്സൻ്റെ പ്രത്യേക ആപ്പുണ്ട്, പ്ലേ സ്റ്റോറിൽ ചെക്ക് ചെയ്താൽ അതും നമുക്ക് ലഭ്യമാവും. പിന്നെ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏത് പ്രിൻ്റർ എടുത്താലും ആദ്യം സർവീസ് പേഴ്സൺ തന്നെ വന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൻ്റെ വാറണ്ടി പ്രശ്നമോ അങ്ങനെ ഒന്നും വരാതെ ഇരിക്കാൻ അതാണ് സേഫ്. അവരാകുമ്പോൾ വാറണ്ടി എല്ലാം ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്ത് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടേ പോവുള്ളൂ. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇങ്ക് ഫില്ല് ചെയ്യുന്നതോ അങ്ങനെ എന്തുണ്ടെങ്കിലും അവർ ക്ലാരിഫൈ ചെയ്ത് തരും. പിന്നെ പറഞ്ഞതുപോലെ ഈ 4 ബ്രാൻഡ്സിനും 1 ഇയർ വാറണ്ടിയാണ് ഇവർ പറയുന്നത്. അങ്ങനെ പിന്നെ ഇനിഷ്യൽ സെറ്റപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പ്രിൻ്റർ എടുക്കുമ്പോൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് തീരുമാനിച്ച് വേണം നമ്മൾ എടുക്കാൻ. നമുക്കിപ്പോൾ പ്രിൻ്റ് മാത്രമേ എടുക്കേണ്ട ആവശ്യം അങ്ങനെ വരുന്നുള്ളൂ എങ്കിൽ പ്രിൻ്റർ ഓപ്ഷൻ മാത്രമുള്ള പ്രിൻ്റർ എടുക്കാം. അതിന് ഇതിലും വില കുറയും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വൈഫൈ ഉള്ളത് എടുക്കുന്നതായിരിക്കും നല്ലത്. പ്രിൻ്റ് മാത്രമാണെങ്കിലും അതല്ല, ഈ 3 ഫങ്ഷൻസ് എല്ലാം ഉള്ളതാണെങ്കിലും വൈഫൈ ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അത് വളരെ അധികം ഉപകാരപ്പെടും. ചെറിയ പ്രൈസ് ഡിഫറൻസ് വരുമെങ്കിലും എപ്പോഴും അതായിരിക്കും നല്ലത്. പിന്നെ ബ്രാൻഡ്സ് എല്ലാം തന്നെ ഞാൻ നോക്കിയപ്പോൾ നല്ല റിവ്യൂസ് അത്യാവശ്യം ഈ പറഞ്ഞ 4 ബ്രാൻഡ്സിനുണ്ട്. HP ആയാലും എപ്സൺ ആയാലും ക്യാനൻ ആയാലും ബ്രദർ ആയാലും എല്ലാത്തിനും അത്യാവശ്യം നല്ല റിവ്യൂസും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഏതാണോ അത് സെലക്ട് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഈ 4 ബ്രാൻഡും നല്ലത് തന്നെയാണ്. പ്രൈസും ഏകദേശം സെയിം ആണ്. പിന്നെ നമുക്ക് പ്രിൻറ്റിങ് വല്ലപ്പോഴേ വരുന്നുള്ളൂ. അതായത് മോർ ദാൻ 2 വീക്സ് ഇടവിട്ടൊക്കെയാണ് നമ്മൾ പ്രിൻ്റ് എടുക്കുന്നതെങ്കിൽ ഞാൻ കൂടുതലും പറയുന്നത് ലേസർ പ്രിൻ്റർ എടുക്കാനായിരിക്കും. കാരണം അതിൻ്റെ ഇങ്ക് ഇത്ര പെട്ടെന്ന് ഡ്രൈ ആവില്ല.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതിനുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനിഷ്യൽ കോസ്റ്റ് അല്പം കൂടുതലാണ്. അതായത് 20,000 റേഞ്ചൊക്കെ പ്രൈസ് വരും. അതുകൊണ്ട് ഇനിഷ്യൽ കോസ്റ്റ് അത്യാവശ്യം മുടക്കാൻ കയ്യിലുണ്ടെങ്കിൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത് ലേസർ പ്രിൻറ്റേഴ്സ് തന്നെയാണ്. കാരണം അതിൻ്റെ തന്നെ ഇങ്ങനെ ഫങ്ഷൻസും എല്ലാം ഉള്ളതും വൈഫൈ ഉള്ളതും എല്ലാം ഉണ്ട്. അത്യാവശ്യം നമുക്ക് മെയിൻ്റനൻസ് തീരെ കുറവായിട്ട് തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. ഇങ്ക് ടാങ്ക് പ്രിൻറ്റേഴ്സിലും കുറച്ച് മെയിൻ്റനൻസ് മതി. പിന്നെ അതല്ല, നമുക്ക് അത്യാവശ്യം യൂസ് ഉണ്ട്. എല്ലാ വീക്ക്ലിയും നമുക്ക് അത്യാവശ്യം പ്രിൻറ്റും ഫോട്ടോസ്റ്റാറ്റും ഒക്കെ എടുക്കാനുണ്ടെങ്കിൽ ഇങ്ക് ടാങ്ക് പ്രിൻ്ററാണ് നല്ലത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ പ്രൈസ് കുറവാണെങ്കിലും ഇങ്ക് ജെറ്റ് കാർട്രിഡ്ജ് ഉപയോഗിക്കുന്നതിന് മഷിയുടെ നല്ല എക്സ്പെൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് തീരുമാനിക്കാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. എൻ്റെ അറിവിന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വ്യൂയിങ്. Do subscribe my channel. Okay, thank you.